നമസ്കാരം പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിഷൻ വേൾഡ് ടെക്നോളജി അപ്ഡേറ്റ്സിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ കഴിഞ്ഞ chess.comൻ്റെ വീഡിയോയിൽ നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. കുറേ പേര് എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് കമൻ്റായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു, കുറേ പേര് ഗ്രൂപ്പിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ വിധത്തിലും നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടി. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പാർട്ട് 2 ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ പാർട്ട് 2യിലൂടെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കും. അതിൽ ഉൾപ്പെടാത്ത എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഈ chess.com ആപ്ലിക്കേഷൻ നമുക്ക് ആക്സസിബിളായി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആക്സസിബിളായി ലഭിച്ചിട്ടുണ്ടെന്നൊരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ ഒരിക്കലും പറയുന്നുമില്ല. കാരണം തന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടോക്ക് ബാക്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുന്നുള്ളൂ. ജിഷോയിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നില്ല. അതല്ല ഇതിലെ പ്രശ്നം. ചില ടാബുകളൊന്നും നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, പൂർണ്ണമായി വർക്ക് ചെയ്യുന്നില്ല. അതുമാത്രമല്ല, മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ബോർഡ് കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് chess.com ആപ്പിൻ്റെ വയലേഷൻ, അതായത് അവരുടെ പ്രൈവസി പോളിസിക്ക് എതിരാണ്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഗെയിം കളിച്ച് കാണിച്ചു തരാൻ ശ്രമിച്ചപ്പോൾ ഗെയിം അബോട്ടായി പോയി. മാത്രമല്ല ഓട്ടോമാറ്റിക്കായി സ്ക്രീൻ ബ്ലാങ്ക് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് തനിച്ച് ചെയ്ത് ശ്രമിച്ച് നോക്കുകയും കൂടി ചെയ്യുക. എല്ലാം പറഞ്ഞു തന്നതുപോലെ ചെയ്യാതെ നിങ്ങളായിട്ടുള്ള രീതിയിലും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടി ഞാൻ പറഞ്ഞതിനേക്കാൾ നിങ്ങൾ സ്വന്തമായി ചെയ്ത് മനസ്സിലാക്കുമ്പോൾ അത് നന്നായിട്ട് മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹോം ടാബായിരുന്നു പരിചയപ്പെട്ടത്. ഈ വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള 4 ടാബുകളിലോട്ടും പോകാം. ഓക്കെ, രണ്ടാമത്തെ ടാബ് എന്ന് പറയുന്നത് പസിൽ ടാബ് എന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പസിൽ ടാബ് സെലക്ട് ചെയ്യും. ഓക്കെ, ഈ പസിൽ ടാബിൽ എന്ന് പറയുന്നത് പസിൽ ടാബും ഒരുവിധം എല്ലാം നമുക്ക് ആക്സസിബിൾ അല്ല. കാരണം ഒരുവിധം കാര്യങ്ങളൊക്കെ പാർഷ്യലിക്കും അതുപോലെ തന്നെ സൈറ്ററിന് മനസ്സിലാവുന്ന രീതിയിലാണ്. അതായത് നമുക്കിത് പസിൽ സോൾവ് ചെയ്ത ഒരു റേറ്റിംഗ് കിട്ടും. ആ റേറ്റിംഗ് വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു മേഘം ചാടി കിടക്കുന്ന പോലെ, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളൊരു മേഘം ചാടി കിടക്കുന്ന പോലെ ഒരു കോമ്പറ്റീഷൻ പോലെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അത് നമുക്കത് മനസ്സിലാവില്ല. നമുക്കിവിടെ നമ്മുടെ ഹോം ബട്ടൻ്റെ, അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഹോം ടാബ് അല്ല, ഹോം ബട്ടൻ്റെ ജസ്റ്റ് മുകളിൽ തൊടുമ്പോൾ സോൾവ് പസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കിട്ടും. നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കതാണ് ഇവിടെ വേണ്ടത്. മിക്കവാറും ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മുടെ സ്ക്രീൻ പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം പോകുന്നുണ്ടാവില്ല. ഇതെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യാം. Darn, I made a mistake and now you have a strong way to attack my king. ഓക്കെ, അതായത് ഇപ്പോൾ അതായത് നമ്മുടെ കോച്ച് ആദ്യം തന്നെ നമുക്ക് എന്താണെന്നുള്ളത് ഇവിടെ വോയിസ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഞാനൊരു മിസ്റ്റേക്ക് കളിച്ചു, എൻ്റെ കിങ്ങിനെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ വൈറ്റ് മൂവ് എന്നുണ്ട്. ഇപ്പോൾ ഇതൊരു പാർഷ്യലി സംബന്ധിച്ചിടത്തോളം, ഒരു പാർഷ്യലി ബ്ലൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. പക്ഷേ നമ്മൾ ടോട്ടലി സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോ സ്ക്വയറും തൊട്ട് മനസ്സിലാക്കേണ്ടി വരും. അതിനായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ കോച്ച് പറയുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ ജസ്റ്റ് റൈറ്റ് സൈഡ് ചെയ്യുമ്പോൾ ബ്ലാക്ക് റൂക്ക് ഓൺ A8 B8 empty, അതായത് നമ്മൾ ആ പീസിനെ ഒന്നെങ്കിൽ ബോർഡിൽ വെച്ചോ അല്ലെങ്കിൽ ബ്ലൈൻഡ് ഫോൾഡിലോ തീരുമാനിക്കുമ്പോൾ ആ പീസൊക്കെ എവിടെയുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇപ്പോൾ ബ്ലാക്ക് റൂക്ക് A8 B8 empty, black bishop C8 D8 empty, E8 empty, F8 empty, G8 empty, ബ്ലാക്ക് റൂക്ക് ഓൺ H8. അങ്ങനെ എല്ലാ പീസുകളും നമ്മൾ ഈ ഒരു 64 സ്ക്വയർസും നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ. അതാണ് ഇതിലുള്ള ഒരു പരിമിതി. നമുക്കത് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യമേ ഉള്ളൂ, വേറൊന്നും ഇവിടെ ചെയ്യാനില്ല. ഇതാണ് പസിൽ ടാബിൽ നമുക്കൊരു വിധ അക്സസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അധികമായി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങളത് അറിയിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് പസിൽ ടാബിലുള്ള മെയിനായിട്ടുള്ള കാര്യം. ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴെ നെക്സ്റ്റ് പസിൽ എന്ന് പറഞ്ഞിട്ട് ഇത് കിട്ടും. ഇത് പ്രീമിയം മെമ്പേഴ്സിനാണ് അൺലിമിറ്റഡ് ആണ്. പക്ഷേ പ്രീമിയം അല്ലാതെ സാധാ യൂസേഴ്സിനാണെങ്കിൽ ഇത് ലിമിറ്റഡ് ആണ്. വെറും 3-4 പസിലൊക്കെ ഡെയിലി സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനൊരു കാര്യമുണ്ടേ. ഓക്കെ, അടുത്തതാണ് ലേൺ ടാബ്. ഇതിലോട്ട് പോവുകയാണെ, ഇതും നമുക്ക് ഒട്ടും ഒരുവിധം അക്സസിബിൾ അല്ലാത്തൊരു ടാബാണ്. കാരണം ഇതിൽ മുകളിൽ സ്ട്രൈക്ക് ഇൻ ദ സെൻറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇതിലുണ്ട്. ഇതിൽ ഒരുപാട് ടോപ്പിക്കുണ്ട്. ഓപ്പണിങ്ങും മിഡിൽ ഗെയിമും അഡ്വാൻസ്ഡും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത് നമുക്ക് സെലക്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട് കേട്ടോ ഇവിടെ. എന്തായാലും അത് നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അതിങ്ങനെ
ജസ്റ്റ് അൺലേബിളൊക്കെ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ഇവിടെ ഒരുവിധം ഒന്നും പറഞ്ഞു തരാത്തൊരു സെറ്റപ്പാണ്. ഇവിടെ തൊടുമ്പോഴൊക്കെ ഒരു ടിം ടിം എന്നുള്ള സൗണ്ട് മാത്രമേ ഉള്ളൂ. അഥവാ പറഞ്ഞു തരുന്നതാണെങ്കിൽ അത് അൺലേബിളാണ്. ഇവിടെ നമുക്ക് നമ്മൾ മുകളിൽ എപ്പോഴും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാം എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള ഒരു ബട്ടണാണ്. അത് നമ്മൾ ഗെയിം കളിക്കുമ്പോഴായാലും പസിൽ സോൾവ് ചെയ്യുമ്പോഴായാലും ഇവിടെ നെക്സ്റ്റ് ലെസൺ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നോക്കാം. Learn to strike in the center. അത് ലേൺ ദ സ്ട്രൈക്ക് ഓൺ ദ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു ലെസണാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഞാനിവിടെ മുകളിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്ന അത് തന്നെ, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, നിങ്ങൾ അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് ലേൺ ചെയ്ത് പോയാൽ മതിയാവും. അത് നിങ്ങൾക്ക് പറ്റിയൊരു വേ ആയിരിക്കും. കാരണം ഇത് ഓരോന്നും കണ്ടുപിടിച്ച് ശ്രമിക്കുന്നതിനേക്കാൾ ഇവർ തരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ഈ ഒരു ലേൺ ദ സ്ട്രൈക്ക് ഇൻ ദ സെൻറ്റർ എന്ന് ജസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ഡിസേബിൾ ഉണ്ട്, അത് നോക്കണ്ട. ഇനി ഒരു സ്റ്റാർട്ട് ഉണ്ട്. ആ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പസിൽ സോൾവ് ചെയ്യുന്ന പോലെ ഓരോ കാര്യങ്ങളും ഒരു പസിൽ സോൾവ് ചെയ്യുന്ന ഒരു പൊസിഷൻ ആയിരിക്കും വരിക. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർഷ്യലി ആണെങ്കിൽ ടോട്ടലി ആണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് ശേഷം നമ്മൾ ഒരു മൂവ് കറക്റ്റ് ആക്കുക. അപ്പോൾ മൂവ് തെറ്റാണെങ്കിൽ അത് പറയും ഇതിനേക്കാൾ നല്ലൊരു വഴി ഉണ്ടായിരുന്നു, അത് ആലോചിക്കുന്നു പറയും. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ കിട്ടും, കറക്റ്റ് അല്ലെങ്കിൽ അവിടെ റീട്രൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ കിട്ടും. അത് ശ്രദ്ധിക്കുക. അങ്ങനെ നിങ്ങൾ ഈ ലെസൺ ഓരോന്നും കംപ്ലീറ്റ് ചെയ്ത് ഈ ആപ്ലിക്കേഷനിൽ ഓരോ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷനിലെ ഈ ഒരു ലേൺ ടാബിലുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ടാബിലോട്ട് പോകാം. മൂന്നാമത്തെ ടാബ് വാച്ച് ടാബാണ്. വാച്ച് ടാബിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ലെവലിലൊക്കെ നടക്കുന്ന വളരെ പ്രാധാന്യമുള്ള ടൂർണമെൻറ്റ്സ് ഒക്കെ ഇവിടെ നമുക്ക് വാച്ച് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിലവിൽ ഇപ്പോൾ കുറച്ച് ന്യൂസാണുള്ളത്, ചെസ്സിൻ്റെ ന്യൂസുകളാണ്. ഇവിടെ കുറച്ച് ന്യൂസുകളാണുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരെ സൈറ്റിലോട്ട് പോകും. നാക്കമുറ, അരവിന്ദ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ന്യൂസുകൾ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒരുപാട് സ്ട്രീമേഴ്സിനെ കാണിക്കുന്നുണ്ട്. ഈ ഭാഗം നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ ടൂർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അതൊന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 3 തരം മെമ്പർഷിപ്പാണ് വരുന്നത്. ഗോൾഡൻ, ഡയമണ്ട്, പ്ലാറ്റിനം എന്നുള്ള 3 ടൈപ്പ് ഓഫ് മെമ്പർഷിപ്പാണ് വരുന്നത്. അതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ അവിടെ നോക്കിയാൽ മതി. ഓക്കെ, അടുത്തത് പ്രൊഫൈൽ എന്ന് പറയുന്ന ടാബാണ്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളുടെ റൈറ്റിംഗ്, റാപ്പിഡ് റൈറ്റിംഗ്, ക്ലാസിക്കൽ ബുള്ളറ്റ് റൈറ്റിങ്സും, നമ്മൾ എത്ര പസിൽ സോൾവ് ചെയ്തു, എന്താണ് നമ്മുടെ അവസ്ഥ എന്നും, ലോകത്തിലെ സ്ഥാനം, നമ്മൾ എത്ര കളിച്ചു, എത്ര ജയിച്ചു, എത്ര ശതമാനം വൈറ്റിൽ ജയിച്ചു, എത്ര ശതമാനം ബ്ലാക്കിൽ ജയിച്ചു, ഇത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും അതിനകത്ത്. എന്തായാലും അത് ഞാൻ തുറന്ന് കാണിച്ചു തരുന്നില്ല, നിങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതൊരു വിധമൊക്കെ ആക്സസിബിൾ ആണ് കേട്ടോ. അടുത്തത് സ്റ്റാറ്റ്സ് എന്ന് പറയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യാം. സ്റ്റാറ്റ്സ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ സ്റ്റാറ്റ്സ് ആണ് കാണിക്കുന്നത്. 331 230 games puzzles out of list 1586 rapid 670 glitch 4. ഇങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ട്, അത് നോക്കണ്ട. അത് നമുക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അടുത്തത് തീമാണ്. ഇതെന്ന് പറയുമ്പോൾ ആപ്പ് തീമാണ്. ഇവിടെ തീം എന്നുള്ളത് സെലക്ട് ചെയ്താൽ back button disabled, alt button, pieces button, background button, sounds button, more button, green. അതായത് ഇവിടെ ബോർഡ്, പീസസ്, തീം, ബാക്ക്ഗ്രൗണ്ട്, ഇതൊക്കെ നമുക്ക് താഴെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. അത് വെച്ച് 8-bit ബേസിസ്, മാർബിൾ, പർപ്പിൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ഏത് കളേഴ്സ് വേണം, ഏത് കളർ വേണം എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. നിലവിൽ ഒരുവിധം എല്ലാവരും ബ്ലൂ ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. അത് വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്ത് മാറ്റാം. നമുക്കതിൻ്റെ ആവശ്യമില്ല, എന്നാലും പാർഷ്യലിയൊക്കെ ആയിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് പോയി മാറ്റാം. അടുത്തത് അവാർഡ്സ് എന്നുള്ളതാണ് അടുത്ത ഓപ്ഷൻ. നമ്മൾ അതിന് ബാക്ക് വന്നു. അവാർഡ്സ് എന്നുള്ളതാണ്. അത് വെച്ചാൽ chess.com നൽകുന്ന അവാർഡ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ്. അടുത്തത് ഫ്രണ്ട്സ് എന്നുള്ളതാണ്. ഫ്രണ്ട്സിന് നമ്മൾ ആഡ് ചെയ്ത ഫ്രണ്ട്സിനെയും ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഭാഗമാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അടുത്തത് മെസ്സേജസ് എന്നുള്ളതാണ്. അവിടെയാണ് എൻ്റെ 10 മെസ്സേജസ് വന്ന് കിടപ്പുണ്ട്. അതെന്ന് വെച്ചാൽ ഇതിലെ മെസ്സേജുകൾ എന്ന് പറയുമ്പോൾ നമുക്കിതിൽ ഹായ്, ഹലോ അങ്ങനത്തെ മെസ്സേജുകൾ അയക്കാൻ പറ്റും ഓരോ പ്ലെയേഴ്സിനോടും. അത് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് കാണിക്കുന്ന ബോർഡ് വേണം. അതായത് മീൻസ് ഒരു പ്ലെയറോട് കളിക്കുന്ന ഒരു ബോർഡ് കിട്ടണം. അത് കിട്ടുന്നില്ലല്ലോ. അതുപോലെ തന്നെ ഞാൻ ഫസ്റ്റ് എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ മൂവ് കളിക്കുന്ന ഇതൊക്കെ ഗെയിം ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ മെസ്സേജ് ആയിട്ട് വരും. അടുത്ത് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇതിലോട്ട് കയറി നോക്കാം. സെറ്റിങ്സിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം. അതിൽ ഫസ്റ്റ് തന്നെ പ്രൊഫൈലാണ്.
രണ്ടാമത്തത് അക്കൗണ്ട് ആണ്. Dialog icon. Notifications. മൂന്നാമത്തത് നോട്ടിഫിക്കേഷൻസ് ആണ്. Dialog icon. Home. മൂന്നാമത്തത് അടുത്തത് ഹോമാണ്. Dialog icon. Theme. അടുത്തത് തീമാണ്. Dialog icon. Board. അടുത്തത് ബോർഡാണ്. Dialog icon. Play. അടുത്തത് പ്ലേ ആണ്. Dialog icon. Social. അടുത്തത് സോഷ്യൽ. Dialog icon. Coach. അടുത്തത് കോച്ച്. Dialog icon. Puzzles. അടുത്തത് പസിൽസ്. Dialog icon. Analysis. അനാലിസിസ്. Dialog icon. Connected boards. കണക്റ്റഡ് ബോർഡ്സ്. ഇതൊക്കെ നമുക്ക് ഓരോ സെറ്റിങ്സ് ആണ്. വേണ്ട സെറ്റിങ്സ് പോയി നമുക്ക് ചേഞ്ച് ചെയ്യാനും പരിശോധിക്കാനൊക്കെ പറ്റും. Support. അത് നമ്മൾ വീണ്ടും ബാക്ക് വരികയാണ്. അടുത്ത ഓപ്ഷനിലോട്ട് പോകാം. അടുത്തത് സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് Report back activity. സപ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടുന്നത് Okay, how can we help? Heading 1. Search for articles. Edit box. Search for Learn 79 articles. Link. നമുക്കിത് Learn 70. Killing 28 articles. Link. നമുക്കിതിൻ്റെ ഹെൽപ്പ് കിട്ടും. ഒരു AI പോലെ ഒരു ഹെൽപ്പ് കിട്ടുന്ന ഒരു ഓപ്ഷനാണത്. ഓക്കെ, ഇത് നമ്മൾ ഈ ഒരു മോർ ടാബിൽ തന്നെയുള്ള ലേൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് പോകണം. Analysis. അനാലിസിസ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അത് ഓപ്പൺ ചെയ്യാം. Analysis standalone menu activity. അനാലിസിസ് ഓപ്പൺ ചെയ്താൽ New analysis. Make moves from the starting position button. നമുക്ക് ന്യൂ അനാലിസിസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇതിൽ ഫസ്റ്റ് കാണുന്നത്. അത് ക്ലിക്ക് ചെയ്താൽ Analysis standalone activity. നമുക്ക് ഒരു ബോർഡ് ഓപ്പൺ ആയി വരും. ഈ ബോർഡിൽ നമുക്ക് ഓരോ മൂവ് Whiteboard on D2. വെച്ചിട്ട് നമുക്ക് അനാലിസ് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ഓപ്ഷനിൽ. അതാണ് ഇതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. Analysis standalone menu. രണ്ടാമത് Set up position. Place pieces on the board to begin button. സെറ്റപ്പ് പൊസിഷൻസ് ആണ്. പൊസിഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ്. Game history. Select a completed game to analyze button. മൂന്നാമത് സെലക്റ്റഡ് ഗെയിം കംപ്ലീറ്റഡ് ടു ഗെയിം ദെൻ ഹിസ്റ്ററിയിൽ നിന്ന് പോയിട്ട് എടുത്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Paste BGM of N. Import any game or position button. അടുത്തത് ഗെയിം PGNO FENO അതുപോലെ തന്നെ പൊസിഷൻസ് ഒക്കെ നമുക്കിവിടെ പേസ്റ്റ് ചെയ്തിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. Previous analysis. Reload your last analysis button. അടുത്തത് നമ്മൾ അവസാനം അനാലിസിസ് ചെയ്തത് റീലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഇങ്ങനെ 5 ഓപ്ഷനാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, വീണ്ടും ബാക്ക് വന്നു. Explorer. അടുത്തത് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിനകത്ത് Game ക്ലിക്ക് explorer ചെയ്യുമ്പോൾ activity. നമുക്ക് നമ്മുടെ ഗെയിമിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ കിട്ടും. അതായത് നമ്മൾ E4 കളിച്ചു, C4 കളിച്ചു, അത് എത്ര തവണ കളിച്ചിട്ടുണ്ട്, അതിൻ്റെ വിന്നിങ് ചാൻസ് എന്താണ്, 1d4, 15, 17,502, 39%, 31%, 30%, in list 20 items. ഇതുപോലെ എത്ര ശതമാനമുണ്ട് ആ വിന്നിങ് ചാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ Back. കിട്ടും. ഓക്കെ, ഇതാണ് Explorer. എക്സ്പ്ലോറർ എന്ന് പറയുന്നതിലുള്ളത്. അടുത്തത് Games. എൻഡ് ഗെയിംസ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. എൻഡ് ഗെയിംസിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് End നോക്കാം. games activity. എൻഡ് ഗെയിംസിൽ Checkmates button. ചെക്ക്മേറ്റ്സ്, Pawn button. പോൺ, Minor piece button. മൈനർ പീസ്, Rook button. റൂക്ക്, Queen button. ക്വീൻ, Imbalances button. ഇംബാലൻസസ്, ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. ഇതിലൊക്കെ അതിപ്പം Checkmates button. ചെക്ക്മേറ്റ് ആക്കുന്ന എൻഡ് ഗെയിമിൽ പെട്ടതാണല്ലോ ചെക്ക്മേറ്റ് ആക്കുക. അപ്പോൾ അതിൻ്റെ കുറേ പൊസിഷൻസ് കിട്ടും. Pawn button. ഇനി പോണുള്ള പൊസിഷൻസ് കിട്ടും. Minor piece button. ഇനി മൈനർ പീസസ്, ബിഷപ്പ് അങ്ങനത്തെ പീസസുകൾ കിട്ടും. പിന്നെ Rook button. റൂക്കിൻ്റെ പൊസിഷൻസ് കിട്ടും. Queen button. ക്വീൻ്റെ പൊസിഷൻ കിട്ടും. അതായത് ക്വീൻ വെച്ച് മെയ്റ്റ് ആക്കണത്. Imbalances പിന്നെ button. ഇൻബാലൻസസ്, അതായത് നമുക്കൊരു പീസ് ഡൗൺ ഒക്കെ ഉള്ള അങ്ങനത്തെ സാധനം കിട്ടും. ഓക്കെ, Practice. അടുത്തത് പ്രാക്ടീസ് എന്ന് പറയുന്നതാണ്. അതിലോട്ട് Practice പോകുന്നത് activity. പ്രാക്ടീസിൽ Master നമുക്കുള്ളത് games button in list. മാസ്റ്റർ ഗെയിംസ്, Openings button. ഓപ്പണിങ്സ്, Drills button. ഡ്രിൽസ്, Custom position button. കസ്റ്റം പൊസിഷൻ. Dialog icon. Loop 10. Pause button. Out of list window. Blank text. In list window. Practice activity. ഓക്കെ, ഇതാണ് പ്രാക്ടീസിലുള്ള ഓപ്ഷൻസ്. ഓക്കെ, വീണ്ടും ബാക്ക് വരികയാണ്. Insights. ഇൻസൈറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്തത്. Feature with new activity. അതിലോട്ട് നമ്മൾ കയറുമ്പോൾ അതിലുള്ളത് Chess insights. Heading 1. ചെസ് ഇൻസൈറ്റ്സ് എന്ന് Chess പറയുന്ന insights image. ചെസ് ഇൻസൈറ്റ്സ് ഇമേജ്. Get analytics based on your game history. See personal strengths/weaknesses. View your performance trends. Let's go button. Out of list. നമുക്ക് നമ്മുടെ പെർഫോമൻസ് സ്ട്രെങ്ത് മനസ്സിലാക്കാനുള്ള ഓപ്ഷനാണ്. അവിടെ Let's go button. ലെറ്റ്സ് ഗോ എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് സ്ട്രെങ്ത് ഒക്കെ അറിയാൻ പറ്റും. Insights. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. Vision. അടുത്ത വിഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ്. വിഷൻ, അതിലോട്ട് ക്ലിക്ക് Vision ചെയ്യുമ്പോൾ activity. വിഷനിൽ എന്തൊക്കെയാണുള്ളത്? Coordinates. കോർഡിനേറ്റ്സ്, Moves. മൂവ്സ്, Coordinates and moves. കോർഡിനേറ്റ്സ് ആൻഡ് മൂവ്സ്, Color. കളർ, Selected. I play white. Radio button. ഐ പ്ലേ വൈറ്റ്, Not selected. Random color. Radio button. റാൻഡം കളർ, Not selected. I play black. Radio button. ഐ പ്ലേ ബ്ലാക്ക്, Show coordinates. ഷോ കോർഡിനേറ്റ്, On switch. അങ്ങനെ ഇതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. Personal best. ഓക്കെ, നേരെ ബാക്ക് വരുന്നു. Chess back button. Videos. അടുത്തത് വീഡിയോസ് എന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ട വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. Solo chess. അടുത്തത് സോളോ ചെസ്, നമുക്ക് ഒറ്റയ്ക്ക് ചെസ് കളിക്കാനുള്ളതാണ്. Connect. അടുത്തത് കണക്ട് എന്നുള്ളതിൻ്റെ ഹെഡിങ്ങിന് താഴോട്ട് പോകണം. Events. ഇവൻറ്റ്സ് ആണ്. ഇതിൽ നമുക്ക് ഇവൻറ്റുകൾ, ഇതിലെ ടൂർണമെൻറ്റ്സും ഇവൻറ്റ്സും ഒക്കെ കാണാൻ പറ്റും. Leaderboard. അടുത്തത് ലീഡർ ബോർഡ്. ഇതാണ് ഏറ്റവും അടിപൊളി. ഇതാണ് ലീഡർ ബോർഡ്. ഇപ്പോൾ ഈ ലീഡർ ബോർഡിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഇവിടെ പൊസിഷൻ Global. Expand. ഗ്ലോബൽ, All. Expand button. ഓൾ, രണ്ട് One user ഓപ്ഷനാണ്. avatar. DM. Kit. Blitz. ഇനി ഫസ്റ്റത്തെ സെക്ഷൻ One user avatar. DM. Hikaru. 3423 button.
പക്ഷേ അത് ബ്ലിക്സ് സെക്ഷനിലോട്ടാണ് പോയിട്ടുള്ളത്. ഇവിടുത്തെ ഫസ്റ്റ് GM ഹിക്കാരു എന്ന് പറയുന്ന നമ്മുടെ അമേരിക്കയുടെ ഹിക്കാരു നക്കാമുറ എന്ന് പറയുന്ന GM ഹിക്കാരു ആണ് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് ബ്ലിക്സ് റൈറ്റഡ് പ്ലെയർ. 3423 ആണ് അദ്ദേഹത്തിൻ്റെ ബ്ലിക്സിലെ ഫിഡെ റേറ്റിംഗ്. ഇവിടെ ഫിഡെ റേറ്റിംഗ് chess.com റേറ്റിംഗ്. നമുക്ക് ആളുടെ പ്രൊഫൈലിലോട്ട് പോകാൻ പറ്റും. ഇവിടെ ആളുടെ .com പ്രൊഫൈലിലോട്ട് ഇവിടെ പോകാൻ പറ്റും. ഇതാ നോക്കി, ഹിക്കാരു നക്കാമുറ ജോയിൻ 7 ജൂൺ 2014, ഗ്രാൻഡ് മാസ്റ്റർ, ഡയമണ്ട് മെമ്പർ, chess.com സ്ട്രീമർ, ടോപ്പ് വ്ളോഗർ, മെസ്സേജ്, ആഡ് ഫ്രണ്ട്, ചാലഞ്ച്. ഇതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്നേ പറയുന്നുള്ളൂ, ഭാഗ്യമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രാൻഡ് മാസ്റ്റേഴ്സിൻ്റെ കൂടെ കളിക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് അവരുടെ കൂടെ കളിക്കാം. ഇതാണ് ഓക്കെ. ഇനി ബ്ലിക്സിലെ സെക്കൻഡ് ഉള്ളത് GM മാഗ്നസ് കാൾസൺ 3385 ആണ്. ആണ് അടുത്തത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തത് ബുള്ളറ്റ് സെക്ഷൻ ആണ്. എന്തോ ആർക്കേഡ് ഡമി എന്നെങ്ങാണ്ടുള്ള ഒരു GM ആണ്. അതിലും സെക്കൻഡ് ഹിക്കാരു ആണ്. ഓക്കെ, അടുത്തത് റാപ്പിഡ് സെക്ഷനിലോട്ട് പോകാം. ഫിഡെ മാസ്റ്റർ ആയിട്ടുള്ള മനു ഡേവിഡ് എന്ന് പറയുന്ന പ്ലെയർ ആണ് ഫസ്റ്റ് ഉള്ളത്. GM ഗുവാൻഡ്രി അങ്ങനെ ഒരു GM ആണ് സെക്കൻഡ് ഉള്ളത്. 2916 റേറ്റിംഗോടുകൂടി മാഗ്നസ് കാൾസൺ റാപ്പിഡ് സെക്ഷനിൽ മൂന്നാമതാണ്. ഇവിടെയൊക്കെ നമുക്ക് അവരുടെ പ്രൊഫൈൽ എടുത്ത് അവർക്ക് ചലഞ്ച് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അടുത്തത് പ്ലെയേഴ്സ് ലീഗാണ്. നമുക്കൊരു ഇതിൽ ഒരുപാട് ലീഗുകളുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ. അതൊക്കെ എന്താ നോക്കാം. അടുത്തത് ചെസ് TV ലൈവ്, ആർട്ടിക്കിൾസ്, വാച്ച്. അടുത്തത് ഫോറംസ്, ക്ലബ്സ്, ന്യൂസ്, അതർ ആപ്സ്. ഇത്ര ഓപ്ഷൻസ് ആണ് ഈ ഒരു മോർ ടാബിലും വരുന്നത്. നിങ്ങൾക്കൊരുവിധം എല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറിച്ച് ഇനിയും വീഡിയോ ചെയ്യണം, മനസ്സിലാക്കി തരണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. നമ്മൾ അത് വെച്ചുകൊണ്ട് നെക്സ്റ്റ് ഒരു സെക്ഷൻ വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരും ഞാൻ ഇത്രയും പറഞ്ഞതിൽ തന്നെ ചിലപ്പം ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ തിരുത്തി തരണം. എല്ലാവരും നന്നായിട്ട് തന്നെ ആപ്ലിക്കേഷൻ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അധികമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് പറയുക. നമ്മുടെ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ചെസ് ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ വിഷൻ വേൾഡ് ടെക്നോളജി അപ്ഡേറ്റ്സിൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എബൌട്ട് പേജിൽ ലിങ്ക് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ചില ആളുകളുടെ ഫോണിൽ ഈ chess.com ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്താൽ ചെസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് എൻ്റെ ഫോണിൽ അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ സ്ക്രീൻ റീഡർ വെച്ച് നമ്മൾ ആപ്പ് സ്ക്രീനിൽ നോക്കുമ്പോൾ അത് ചെസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ chess.com എന്ന് തന്നെ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വിധ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ്. ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ഗൈസ്. ബൈ ബൈ.